കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി നോക്കാം. കരിമീൻ തേങ്ങാപ്പാലിൽ പൊള്ളിച്ചെടുത്തതാണ് കേട്ടോ. ഷെഫ് പിള്ളയുടെ കരിമീൻ നിർവ്വാണം എല്ലാവരും കേട്ടിട്ടില്ലേ? അതേ കൂട്ടിൽ നാടൻ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് വളരെ രുചികരമാണ്. അപ്പത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ഫ്രൈ ചെയ്യാതെ ഇതേപോലെ പാലിലുണ്ടാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് കുറച്ച് കരിമീൻ ഞാൻ എടുത്തിട്ടുണ്ട്. കരിമീൻ ക്ലീൻ ചെയ്യുന്ന എളുപ്പ വഴി കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും എല്ലാവരും ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന രീതി ഒന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിനായിട്ട് കരിമീൻ്റെ ചെതമ്പലൊക്കെ ഒന്ന് കളയാം ആദ്യം. ഇത് കുറച്ച് ഉണങ്ങിയിരിക്കുകയാണ്, മാർക്കറ്റിൽ ഇരുന്നിട്ട് തന്നെ ഉണങ്ങിയതാണ് കേട്ടോ. ചെതമ്പലെല്ലാം കളഞ്ഞോ. ചിറകും വാലെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. തലയുടെ ഭാഗം എടുക്കുന്നവർക്ക് എടുക്കാം കേട്ടോ. ഞാൻ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ വാളംപുളിയില്ലേ, ആ പുളി ഒന്ന് അല്പം വെള്ളം ഒഴിച്ചിട്ട് കുറുക്കിയെടുത്തിട്ട് ഇതായി മീനിലേക്ക് ഒന്ന് മുങ്ങാനായിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ടാവാം കേട്ടോ. ഇതിൽ ഇത്തിരി കട്ടി കൂടി, എന്നാലും കുഴപ്പമില്ല, പെട്ടെന്നാവും. ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇതൊന്ന് വരണ്ടി നോക്കുമോ. വളരെ എളുപ്പത്തിൽ അതിലുള്ള വഴുവഴുപ്പും ആ ബ്ലാക്ക് ലെയറൊക്കെ ഇല്ലേ, അതെല്ലാം പോയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും. തോല് കളയുന്നവർക്ക് കളയും ചെയ്യാം കേട്ടോ. ഞാനിത് ട്രൈ ചെയ്തപ്പോൾ അതിൻ്റെ ഫ്ലഷൊക്കെ വരികയാണ്. അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഉപ്പുകല്ലൊക്കെ ഇട്ട് ഉരച്ചാലൊക്കെ പോവും, എന്നാലും കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. വെള്ള നിറം വന്നിട്ടുണ്ട്. എല്ലാ മീനും ഞാൻ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കട്ടെ. കൂട്ടുകാരെ, വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം. ഞാൻ ക്ലീൻ ചെയ്യുമ്പോഴേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. എല്ലാ മീനും കഴുകി നീറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആണ് ചെയ്യേണ്ടത് ആദ്യം. അതിനായിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. മീനൊന്ന് വരഞ്ഞ് വെക്കണം. വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കാം. പാകത്തിന് മതി. ഇത് അത്ര കട്ടിയില്ലാത്ത കാരണം കുറച്ച് ഉപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ. കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. ഇത്രയും മതി, കൂടുതൽ മസാലയൊന്നും അതിലേക്ക് പുരട്ടണ്ട. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനാണ്. ഇനി ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് ഒരു പാനിൽ വെച്ചിട്ട് കുറച്ച് മീനൊന്ന് ജസ്റ്റ് നമുക്ക് 2 ഭാഗവും ഒന്ന് മറിച്ചിടാൻ പറ്റുന്ന രീതിയിൽ മാത്രം മതി. കൂടുതൽ ഫ്രൈ ആക്കി വേവിക്കൊന്നും വേണ്ട. ഇനി അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തേങ്ങാപ്പാലിലാണ് ഈ മീൻ വേവിച്ചെടുക്കണതെന്ന്. 2 ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എണ്ണയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ, ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ഇനിയാണ് ഇതിൻ്റെ ശരിയായ പ്രോസസ്സ് വരുന്നത്. മീനിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടാൻ ഇതേപോലെയൊക്കെ ചെയ്യണം കേട്ടോ. ഒരു വാഴയില വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കരിമീൻ വെച്ച് കൊടുക്കാം. എല്ലാം ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാം. വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം കേട്ടോ. ഞാനിത് ഫ്രൈ ചെയ്തപ്പോൾ അതിലല്പം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒഴിച്ചിട്ടില്ല. ഇനി വേണ്ടത് മെയിനായിട്ട് അല്പം വെള്ളം ചേർത്ത് അടിച്ചെടുത്ത തേങ്ങാപ്പാലാണ്. മീൻ കവർ ചെയ്യുന്ന രീതിയിൽ, മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എരിവുള്ള ഒരു 3-4 പച്ചമുളക്, അവരവരെ ഇഷ്ടം പോലെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിടണം. പിന്നെ ചെറിയുള്ളിയാണ് ചതച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ മീൻ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് ചെയ്യാം. കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, നല്ല ഫ്ലേവർ കിട്ടും. ആ വാഴയിലയിൽ തേങ്ങാപ്പാലിൽ ഈ മീനെല്ലാം കിടന്ന് നന്നായിട്ട് വേവാനായിട്ട് ഒന്ന് അടച്ച് വെക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ആ പാലൊക്കെ ഞാൻ മീനിൻ്റെ മേലിൽ കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അത്ര കൂടുതൽ ഒഴിച്ചിട്ടില്ലല്ലോ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം ഞാൻ ചേർത്തിരുന്നു, അത് പറയാൻ വിട്ടുപോയി. ഒരല്പം കൂടി ചേർത്തിട്ട് മീനിലെല്ലാം ആവുന്ന രീതിയിൽ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. വാഴയിലയിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വന്നോളും. ഒരുവിധമാകുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും എല്ലാ ഭാഗത്തും തേങ്ങയുടെ പാലൊക്കെ ഒന്ന് ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് മുഴുവൻ കഴിക്കാനേ. അതുകൊണ്ടാണ് കേട്ടോ ഓരോന്നും പതുക്കെ ഉടയാതെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചത് കാരണം അങ്ങനെ ഉടയില്ല. എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം, തേങ്ങാപ്പാലിലൊന്ന് കുതിർന്ന് വന്നതല്ലേ,
ഉടഞ്ഞ് അതിൻ്റെ മുള്ളൊക്കെ വേർപെട്ട ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതേപോലെ ആവട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയം കുറച്ച് ഗ്രേവി വേണ്ടവർക്ക് കുറച്ചധികം പാലൊഴിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ തേങ്ങാപ്പാലിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ.